ചുങ്കത്ര പഞ്ചായത്തിലെ പാതിരിപ്പാടത്ത് കഴിഞ്ഞ ശനിയാഴ്ച ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ തങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം. ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ കേസുമായി യുവാവിന്റെ കുടുംബവും അവരെ പിന്തുണക്കുന്ന സംഘടനയും മുന്നേറുമ്പോൾ 5 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ കൈക്ക് കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ലെന്നാണ് ഈ കുടുംബത്തിന്റെ ആക്ഷേപം. തങ്ങളും നീതി അർഹിക്കുന്നവരാണെന്നും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഭീഷണി കാരണം ഭീതിയോടെയാണ് കഴിയുന്നതെന്നും 5 വയസ്സുകാരിയുടെ മാതാവ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അതിരിപ്പാടത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങള് വീട്ടിൽ ഞാനും ഉമ്മയും എൻ്റെ 2 മക്കളും ബ്രദറും തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു. ഒരാളിങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടി കൊണ്ടുവന്നു ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രദറിനോടാണ് ചോദിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ ബെഡ്റൂമിലായിരുന്നു. എൻ്റെ മോള് രണ്ടാമത്തെ മോള് പിന്നെ ജനലിൻ്റെ അടുത്താണ് ബെഡ് ഇട്ടിരിക്കുന്നത്. അതിലിരുന്ന് കളിക്കാനും ജനലിൻ്റെ 3 പാളികൾ തുറന്നിട്ടിട്ടുണ്ട്. ഓള് അവിടെ കളിക്കുന്നത്. അപ്പം ഞാൻ ബെഡ്റൂമിലായതുകൊണ്ട് ഈ ഭാഗത്താണ് ആ വണ്ടി വെച്ചിരിക്കുന്നത്. സിറ്റൗട്ടിക്ക് ഫ്ലഗ് കുത്താൻ പറഞ്ഞിട്ട് അയാൾ നേരെ ഞാനവിടെ ഉണ്ടായതുകൊണ്ട് അവിടേക്ക് അതിൻ്റെ വയറിട്ട് തരികയാണ് ചെയ്തത്. ഞാൻ വയറിട്ടപ്പോൾ അത് മോളും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വയറ് കുത്തുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ഇയാൾ കുട്ടിൻ്റെ കൈ പിടിച്ച് വലിച്ചപ്പോൾ പിന്നെ ഞാൻ ഒച്ചയിട്ടു. പിന്നെ ഫ്രണ്ടിലത്തെ ഡോർ കൂടെ അയാൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. അതിൽ ഞാൻ ഒച്ചയിട്ടപ്പോൾ അപ്പോൾ എൻ്റെ ബ്രദർ ഓടി വന്നു. എന്നിട്ട് അതിൽ ഒച്ചയിട്ടപ്പോൾ അതിൽ പെട്ടെന്ന് താത്താന്ന് വിളിച്ചുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് കയറുന്നത്. എന്നിട്ട് പിന്നെ അയാൾ നേരെ ഒരു ബ്രദർ ഓടി വന്നതിൽ അതിൽ നേരെ റോഡിലേക്ക് ഓടിപ്പോയി. ഞങ്ങളുടെ മുന്നിൽ ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ അപ്പുറത്ത് റോഡാണ്. ആ റോഡിലേക്ക് നേരെ മുകളിലേക്ക് ഓടിപ്പോയി. ഞങ്ങൾ പിന്നെ എൻ്റെ ഒപ്പം മരിച്ചിട്ട് 3 മാസവും കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഉമ്മ ഇരിക്കുകയാണ്. അപ്പം ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അപ്പം ഞങ്ങൾ ഫ്രണ്ടിലത്തെ വാതിൽ തീരെ ചിലപ്പോൾ അങ്ങനെ ഇതിപ്പം ബ്രദർ ഉണ്ടായതുകൊണ്ട് തുറക്കുക. അപ്പം പിന്നെ പെട്ടെന്ന് ആൾക്കാർ വരും എന്നുള്ളതിലും പിന്നെ ഈ സംഭവത്തിൽ പെട്ടെന്ന് ഇത് വരുമ്പോൾ കുട്ടി പേടിച്ച് പിന്നെ എൻ്റെ അടുത്ത് 10 മാസമായ ഒരു കുട്ടിയുണ്ട് എൻ്റെ ഒക്കത്ത്. ആ കുട്ടി പെട്ടെന്ന് കരഞ്ഞും ചെയ്ത് ഇത് ഒച്ചമ്പാളും കേട്ട് കുട്ടിയും കരഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇറങ്ങിയിട്ടില്ല. പെട്ടെന്ന് ആ ഇതിൻ്റെ ഷോക്കിൽ ഉമ്മയുണ്ട്. ആ ഇതിൽ ഞങ്ങളൊക്കെ അവിടെ വാതിലടച്ച് ഇനി തിരിച്ച് ഉള്ളിലേക്ക് കയറാത്ത വിധം വാതിലടച്ച് ഉള്ളിൽ നിന്നൊക്കെയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവാവ് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുവാൻ അനുവദിക്കുമോ എന്നാരാഞ്ഞ് തങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അതിനുള്ള അനുമതിയും നൽകി. യുവാവ് ജനലിനുള്ളിലൂടെ ഇലക്ട്രിക് വയർ ഉള്ളിലേക്ക് നൽകിയപ്പോൾ വീട്ടിനകത്ത് കിടക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 5 വയസ്സ് തികയാത്ത കുട്ടിയെ കൈക്ക് കയറി പിടിക്കുകയായിരുന്നുവെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു. തുറന്നു കിടന്ന വാതിലിലൂടെ വീട്ടിനകത്തേക്കും യുവാവ് കയറി വന്നു. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ കുട്ടിയുടെ മാതാവ് ബഹളം വെച്ചതോടെ യുവാവ് ഇറങ്ങി ഓടുകയായിരുന്നുവെന്നും അവർ വിശദമാക്കി. തുടർന്ന് പുറത്തു നടന്നതെന്താണെന്ന് അറിയില്ലെന്നും ആ വീട്ടിലെ പിതാവ് കഴിഞ്ഞ ദിവസം മരിച്ചതിന്റെ ഭാഗമായി പുറത്തേക്കിറങ്ങാറില്ലെന്നും അവർ പറഞ്ഞു. യുവാവിന്റെ ബന്ധു പിന്നീട് വന്ന് ഭീഷണിപ്പെടുത്തിയതായും അപരിചിതരായവർ തുടർച്ചയായി വീട്ടിലേക്ക് വരുന്നതും തങ്ങളുടെ സ്വൈരജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതായും പോലീസിൽ നിന്ന് ഇതുവരെ നീതി ലഭിച്ചില്ലെന്നും കുട്ടിയുടെ മാതാവ് വ്യക്തമാക്കി. യുവാവിനെ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ടു പോകട്ടെ. അതേസമയം തന്റെ വീട്ടിൽ വെച്ച് കുട്ടിയെ കയറി പിടിച്ചതുമായി പോലീസിൽ നൽകിയ കേസിന് തീർപ്പുണ്ടാക്കുകയോ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്തത് 2 നീതിയായാണ് കാണുന്നതെന്നും ഇതിന് പരിഹാരം കാണണമെന്നും മാതാവ് പറഞ്ഞു. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.